നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മലയാളി മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി തൊടിയൂർ വെളുത്തമണൽ വില്ലേജ് ജംഗ്ഷനിൽ ചെറുകോലിൽ പടിയിറ്റതിൽ അസീസ് സുബൈർകുട്ടിയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ താമസ സ്ഥലത്ത് പാചകവാതകം ചോർന്നാണ് തീപിടുത്തമുണ്ടായത്. ഉറങ്ങാൻ കിടന്ന അസീസ് പാചകവാതകം ചോർന്ന് മുറിയിൽ നിറഞ്ഞിരിക്കുന്നത് അറിയാതെ ഉറക്കമുണർന്ന് ലൈറ്റ് തെളിയിക്കുന്നതിന് സ്വിച്ചിട്ടപ്പോൾ വലിയ പൊട്ടിത്തെറിയോടെ തീ പിടിക്കുകയായിരുന്നു. പൊട്ടിത്തെറിയോടൊപ്പം പരന്ന കനത്ത പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായ അസീസിനെ ഗുരുതരാവസ്ഥയിൽ ദമാം സെൻട്രൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒരാഴ്ചയായി ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും നില വഷളായി മരണം സംഭവിക്കുകയായിരുന്നു. ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു അസീസ്. 4 മാസങ്ങൾക്ക് മുൻപാണ് ആദ്യ അവധിക്ക് നാട്ടിൽ പോയി മടങ്ങിയത്. നാട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന അസീസ് ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം 2.5 വർഷം മുൻപാണ് സ്വദേശിയുടെ വീട്ടിൽ ഹൌസ് ഡ്രൈവർ വീസയിൽ സൗദിയിലെത്തിയത്. 2 പെൺകുട്ടികളുടെ പിതാവായ അസീസ് മൂത്ത മകളുടെ വിവാഹം നടത്തിയിരുന്നു. പഠനം പൂർത്തീകരിച്ച് ഇളയ മകളുടെ വിവാഹം നടത്തണം. കെട്ടുറപ്പുള്ള നല്ല വീടടക്കമുള്ള നിരവധി ആവശ്യങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയാക്കാനാണ് അസീസ് പ്രവാസം തിരഞ്ഞെടുത്തത്. ഭാര്യ ഷീജ, മക്കൾ ജാസ്മിൻ, തസ്നി എന്നിവരാണ്. അപകട വിവരമറിഞ്ഞ് ദമാമിൽ തന്നെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മരുമകൻ അൻസർ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് എത്തിയിട്ടുണ്ട്. നിയമ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം സൗദിയിൽ സംസ്കരിക്കുന്നതിന് ജീവകാരുണ്യ പ്രവർത്തകൻ ഷാജി വയനാട് രംഗത്തുണ്ട്. അതേസമയം സൗദിയിൽ തണുപ്പകറ്റാൻ റൂമിൽ വിറക് കത്തിച്ചതിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ച് മലയാളി മരണപ്പെട്ടു. വയനാട് പാപ്ലശ്ശേരി സ്വദേശി തുക്കടക്കുടിയിൽ അസൈനാർ ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. അബഹ അൽ നമാസിലെ അൽ താരിഖിൽ വീട്ടുജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. 14 വർഷമായി പ്രവാസിയായ അസൈനാർ ഭാര്യയുടെ പ്രസവത്തിനായി അടുത്ത മാസം നാട്ടിലേക്ക് പോവാനിരിക്കെയാണ് മരണം. പിതാവ് പരേതനായ മൊയ്തീൻകുട്ടി, മാതാവ് ആയിഷ, ഭാര്യ ഷെറീന, മക്കൾ മുഹസിൻ, മൂസിൻ എന്നിവരാണ്. കഴിഞ്ഞ ദിവസം സൗദിയിൽ ശമ്പളം നാട്ടിലേക്ക് അയച്ച് തിരിച്ചു വരുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പ്രവാസി മരിച്ചു. കർണാടക ബംഗളൂരു സ്വദേശി ലെന്നി വില്യം ഡിന്നൂസ 59 വയസ്സാണ് ജുബൈൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരിച്ചത്. ജുബൈലിലെ ഒരു കമ്പനിയിൽ നിർമ്മാണ തൊഴിലാളിയായിരുന്നു ലെന്നി. ഓടിച്ച വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന്റെ എതിർവശത്ത് ബസ്സിൽ ചെന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലെന്നി തൽക്ഷണം മരിച്ചു. മാസാവസാനം ലഭിച്ച ശമ്പളം നാട്ടിലേക്ക് അയച്ചു തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നടപടികൾ നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു.